പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സന്നിധിരായിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും കർത്താവിൻ്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. അല്പം ശാരീരികമായ പ്രയാസമുണ്ട്. ചുമ കുറച്ച് ദിവസമായിട്ട് വളരെയധികം അലട്ടുന്നുണ്ട്. ദൈവമക്കളുടെ വലിയ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുകയാണ്. ഒന്ന് രണ്ടിടത്ത് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ വളരെയധികം ദൈവകൃപ ആവശ്യമായിരിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയിൽ എളിയവനായ അടിയനെയും പ്രാർത്ഥനയിൽ ഓർക്കണമെന്ന് വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്. നമ്മൾ എബ്രായ ലേഖന പഠനം ആരംഭിച്ചു. അതിൻ്റെ ആദ്യ ക്ലാസ്സിൽ ആമുഖമായി നാം ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. അതിനോട് ചേർന്ന് നമ്മൾ 1-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ ചിന്തിക്കുകയുണ്ടായി. ഒന്നാമത്തെ നമ്മുടെ പ്രധാന ശീർഷകം ആയിട്ട് നമ്മൾ പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ അതിശ്രേഷ്ഠനാണ് എന്നുള്ളതാണ്. യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനാണ്. യഹൂദവിശ്വാസികൾ നമുക്കറിയാം, 1-ാം നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ആദ്യ സമയത്ത് വിശ്വസിച്ചവരായ എല്ലാവരും തന്നെ യഹൂദവിശ്വാസികളായിരുന്നു. അപ്പോസ്തല പ്രവൃത്തി 11-ാം അധ്യായത്തിൽ വരുമ്പോഴാണ് ആദ്യമായിട്ടൊരു വിജാതീയ സഭ രൂപം കൊള്ളുന്നത്. എവിടെയാണ് ആദ്യത്തെ വിജാതീയ സഭ? എവിടെയാണ്? അന്ത്യോക്യയിലാണ്, അല്ലേ? നമ്മളവിടെ 11-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ചിതറിപ്പോയവർ യഹൂദന്മാരോടല്ലാതെ മറ്റാരോടും സുവിശേഷം അറിയിച്ചില്ല. എന്നാൽ അവർ അന്ത്യോക്യയിലെത്തിയാറെ യവനന്മാരോടും യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷം അറിയിച്ചു എന്നുള്ളതാണ്. അപ്പോൾ മാത്രമല്ല, അപ്പോസ്തലനായ പൗലോസിൻ്റെ മിഷണറി യാത്രകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ ആദ്യം ചെല്ലുമ്പോൾ, ഒരു പട്ടണത്തിൽ ചെന്നാൽ ആദ്യം എവിടെയാണ് സുവിശേഷം പറയുന്നത്? സിനഗോഗിലാണ്, യഹൂദന്മാരുടെ പള്ളിയിൽ പോയി ആണ് സുവിശേഷം അറിയിക്കുന്നത്. അപ്പോൾ ഈ വിശ്വാസത്തിലേക്ക് വന്ന ആളുകൾക്ക് പിന്നീട് ഒരു തോന്നൽ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ വന്ന ചിന്താഗതികൾ അവർ തിരിഞ്ഞു നോക്കുമ്പോൾ വിട്ടുപോകുന്നതിനേക്കാൾ മെച്ചമായിട്ടൊന്നും കാണത്തക്ക നിലയിലൊന്നും ഇവിടെ കാണുന്നില്ല. വിട്ടുപോകുന്നത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ആ വിട്ടുപോകുന്ന കാര്യങ്ങളെക്കാൾ നമ്മളിപ്പോൾ വിശ്വസിച്ചിരിക്കുന്ന, നമ്മൾ വന്നെത്തിയിരിക്കുന്ന യേശുക്രിസ്തു ശ്രേഷ്ഠനാണ്. യേശുക്രിസ്തു എല്ലാവരേക്കാൾ, എല്ലാറ്റിനേക്കാൾ ശ്രേഷ്ഠനാണ് എന്നുള്ളതാണ് എബ്രായ ലേഖനത്തിൽ വിശദീകരിച്ചിരിക്കുന്നത്. അത് നമ്മൾ ഓരോന്നായിട്ട് നോക്കുവാനായിട്ട്, കാണുവാനായിട്ട് പോവുകയാണ്. ഒന്നാമത് നമ്മൾ ചിന്തിച്ചു, നമ്മുടെ ഒന്നാമത്തെ ശീർഷകം എന്ന് പറയുന്നത് യേശുക്രിസ്തു തൻ്റെ വ്യക്തിത്വത്തിൽ ശ്രേഷ്ഠനാണ്. യേശുക്രിസ്തുവിൻ്റെ രക്ഷണ്യ വേലയിൽ മാത്രമല്ല നമ്മുടെ വിശ്വാസം ആധാരമായിരിക്കുന്നത്. നമ്മളത് എപ്പോഴും ഓർക്കാനായിട്ട് ആവശ്യമുണ്ട്. നമ്മുടെ കർത്താവ് ചെയ്ത രക്ഷാവേലയിൽ മാത്രമല്ല നമ്മുടെ വിശ്വാസം അധിഷ്ഠിതമായിരിക്കുന്നത്, തൻ്റെ വ്യക്തിത്വത്തിലും കൂടെയാണ്. ലോക ചരിത്രത്തിൽ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു വ്യക്തിത്വം നമ്മുടെ കർത്താവിനെ പോലെ വേറെ ആരും ഇല്ല. കർത്താവിൻ്റെ ജനനം മുതൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി തെറ്റിദ്ധാരണകൾ, കർത്താവിൻ്റെ ക്രൂശീകരണം വരെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ യേശു കർത്താവിൻ്റെ വ്യക്തിത്വത്തെ ശരിയായി മനസ്സിലാക്കുകയും അങ്ങനെ തന്നെ അംഗീകരിക്കുകയും ചെയ്യാത്ത ഒരാൾക്ക് രക്ഷ പ്രാപിക്കാനായിട്ട് കഴിയുകയില്ല. കർത്താവ് ഒരിക്കൽ പറഞ്ഞത് നാം ഓർക്കുന്നുണ്ടല്ലോ, നിങ്ങൾ എന്നെ അങ്ങനെയുള്ളവനെന്ന് വിശ്വസിക്കായകയാൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പോൾ ക്രിസ്തു എങ്ങനെയുള്ളവനാണോ അങ്ങനെ തന്നെ തൻ്റെ വ്യക്തിത്വത്തെ ഒരാൾ വിശ്വസിക്കാതെ ആ വ്യക്തിക്ക് രക്ഷ പ്രാപിക്കാനോ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാനോ കഴിയുകയില്ല. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ വ്യക്തിത്വം അതിപ്രധാനമായതാണ്. അതിലൊന്നാമത്തേതാണ്, യഹൂദന്മാരെ സംബന്ധിച്ച് അവർക്ക് വളരെ പ്രധാനപ്പെട്ടവരാണ് ആര്? പ്രവാചകന്മാർ. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, പ്രവാചകന്മാരിലൂടെയാണ് അവർ അരുളപ്പാടുകൾ പ്രാപിച്ചത്. പക്ഷേ അതിൻ്റെ ഒരു പോരായ്മ ഇവിടെ 1-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. ദൈവം പണ്ട് ഭാഗമായും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്തു. ഭാഗമായിട്ടാണ്, വിവിധമായിട്ടാണ്, പല സമയത്ത് കുറേശ്ശെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്നാൽ ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മോട് അരുളി ചെയ്തു. പുത്രൻ മുഖാന്തരം എന്ന് പറഞ്ഞാൽ ആ പുത്രൻ്റെ സവിശേഷതകൾ നമ്മൾ താഴെ കാണുന്നുണ്ട്. പുത്രൻ്റെ സവിശേഷതകൾ നമ്മൾ താഴെ ചിന്തിച്ചതാണ്. ഒന്ന്,
പുത്രൻ ആരാണ്? പ്രപഞ്ച സൃഷ്ടാവാണ്. അവൻ മുഖാന്തരം സകല ലോകത്തെ ഉളവാക്കി. അവൻ സകലത്തിൻ്റെയും കാരണഭൂതനാണ്. സന്നിചേട്ടൻ അത് പറയുകയുണ്ടായി. നമ്മൾ ഓർത്തു, ഹി ഈസ് ദ ഫസ്റ്റ് കോസ്. എല്ലാ കാര്യത്തിൻ്റെയും കാരണക്കാരനാണ് ആര്? പുത്രൻ. പുത്രൻ സകലം അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു, അവനായിട്ടും അവനിലേക്കും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മൾ കണ്ടു. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ, 1 കൊരിന്ത്യർ 8-6 നമ്മളത് കാണുകയുണ്ടായി. മറ്റൊന്ന് നമ്മൾ ചിന്തിച്ചു, അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നവനുമാകുന്നു. അവൻ പ്രപഞ്ച നിയന്ത്രിതാവാണ്. ഹി ഈസ് ദ സസ്റ്റെയ്നർ. കൊലോസ്യലേഖനം 1-ാം അധ്യായം 17-ാം വാക്യം. അവൻ സകലത്തിനും ആധാരമാകുന്നു. ഈ എബ്രായലേഖനം തന്നെ 11:3 നമ്മൾ വായിക്കുന്നുണ്ട്, കാണുന്ന ലോകത്തിന് എന്താണ്? ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ് ദൈവം തൻ്റെ വചനത്താൽ സകലത്തെയും ഉളവാക്കി എന്ന് നാം വിശ്വസിക്കുന്നു. കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. നമുക്കറിയാം, ഫിസിക്സ് പഠിക്കുമ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഇത് പദാർത്ഥമാണ്. ഈ പദാർത്ഥമായിരിക്കുന്നത് കാണാത്ത അദൃശ്യമായ കാര്യങ്ങളുടെ സംയോജനത്താലാണ്. ഒരു പദാർത്ഥം രൂപീകൃതമായിരിക്കുന്നത് എങ്ങനെയാണ്? അനേക കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് തന്മാത്രകൾ സംയോജിച്ചാണ് എന്തുണ്ടാകുന്നത്? ഒരു തന്മാത്ര ഉണ്ടാകുന്നത്. ആ തന്മാത്രകൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഞാൻ ഫിസിക്സ് ഒന്നും പഠിച്ചിട്ടില്ല. ഇതൊക്കെ പഠിക്കേണ്ടി വന്നതുകൊണ്ട് ഈ പുസ്തകം നമ്മളതൊക്കെ കുറച്ച് ഫിസിക്സും ബയോളജിയും പൊളിറ്റിക്സും ജോഗ്രഫിയൊക്കെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ആ തന്മാത്രകളുണ്ടാകും നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അനേകായിരം കോടിക്കണക്കിന് ആറ്റം കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്? ഒരു തന്മാത്ര ഉണ്ടാകുന്നു. ഈ തന്മാത്രയോ ആറ്റത്തെയും നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. ഇനി ആറ്റം തന്നെ യോജിച്ചിരിക്കുന്ന 3 ഘടകങ്ങളാണ്. നമുക്കറിയാം, ന്യൂട്രോൺ, പ്രോട്ടോൺ, ഇലക്ട്രോൺ. അപ്പോൾ ഇത് എത്ര വസ്തുതാപരമായിട്ടാണ് ദൈവവചനം പറയുന്നത്. കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം. അപ്പോൾ ദൈവം തൻ്റെ വചനത്താൽ ഇതിനെയൊക്കെ എന്ത് ചെയ്തിരിക്കുക? കൂട്ടി യോജിപ്പിച്ചിരിക്കുക. അങ്ങനെ കൂട്ടി യോജിപ്പിച്ച് അതിനെ വഹിക്കുന്ന, അതിനെ താങ്ങി നിർത്തുന്ന ആ വചനത്താൽ ഉളവായി വചനത്താൽ അതിനെന്ത് ചെയ്യുന്നു? അതിനെ വഹിക്കുകയാണ്, ദൈവം പരിപാലിക്കുകയാണ്. അപ്പോൾ ദൈവത്തിന് സ്തോത്രം. നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നും, നമ്മുടെ ബുദ്ധി കൊണ്ടാ, നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ടാ, നമ്മുടെ ജോലി കൊണ്ട്, നമ്മുടെ പണം കൊണ്ടാ. ആണോ? അല്ല. ആരാ നിർത്തിയിരിക്കുന്നത്? കർത്താവ് നമ്മളെ താങ്ങി നിർത്തിയിരിക്കുക. അവൻ തൻ്റെ ശക്തിയുള്ള വചനത്താൽ സകലത്തെയും വഹിക്കുന്നു. എന്നെയും നിങ്ങളെയും എന്ത് ചെയ്യുന്നു? വഹിക്കുന്നു. ചിലർക്കൊക്കെ ചിലപ്പോൾ തോന്നും, നെബൂഖദ്നേസറിന് തോന്നി, ഞാൻ എൻ്റെ ഭുജമഹാത്മ്യത്താൽ പണിതുയർത്തിയ എന്താ പറഞ്ഞേ? മഹതിയാം. അത് പറഞ്ഞ വായിൽ നിന്ന് വാക്ക് മുഴുവമ്മിക്കുന്നതിന് മുമ്പ് അവനൊരു എന്താ പറയുന്ന ഒരു അനിമൽ മാനിയ ഒരു വിഭ്രാന്തി തനിക്ക് പിടിപെട്ട് താൻ വീണു. താൻ പിന്നീട് പറയുന്നുണ്ട്, സ്വർഗത്തിലൊരു രാജാവുണ്ട്, അവൻ ഗർവിക്കുന്നവരൊക്കെയും താഴ്ത്തുവാനും താണിരിക്കുന്നവരൊക്കെ ഉയർത്തുവാനും മതിയായവനെന്ന് ഞാൻ അറിയുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ കർത്താവ്, അത് വഹിക്കുന്ന കർത്താവാണ്, അല്ലെങ്കിൽ ആ പുത്രനാണ് യേശുക്രിസ്തു. ആ യേശുക്രിസ്തു പ്രവാചകന്മാരെക്കാൾ, പ്രവാചകന്മാർ സൃഷ്ടിതാക്കളല്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൽ യാതൊന്നും ആ നിലയിൽ ചെയ്യുന്നില്ല. മൂന്നാമത്തെ കാര്യം, ആ പുത്രൻ സകലത്തിൻ്റെയും ഉടമസ്ഥനാണ്. നാലാമത് നമ്മൾ ചിന്തിച്ചു, ആ പുത്രൻ ദൈവ തേജസ് വെളിപ്പെടുത്തിയവനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 14-ാം വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. എന്താണ്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, നാം അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. അപ്പോൾ പിതാവിൽ നിന്നുള്ള തേജസ് ഏകജാതനിൽ നിന്ന്, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു മോണോജനസ്, ആ പിതാവിൻ്റെ തേജസ് പ്രദർശിപ്പിക്കാൻ കഴിയുന്ന ഒരേ ആളുള്ളൂ, ഒരേ മോണോജനസ്, അതേ വർഗത്തിൽപ്പെട്ട, അതേ ജനസിൽപ്പെട്ട ഒരേ ഒരുവൻ, ഏകജാതൻ. അതാണ് ആര്? പുത്രൻ. ആ തേജസ് വെളിപ്പെടുത്തിയ അതല്ലേ നമ്മൾ വായിക്കുന്നത്. അതുപോലെ തന്നെ 17-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ, പിതാവേ, ഞാൻ ലോകത്തിൽ വരുന്നതിന് മുമ്പ് എനിക്ക് നിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്ന മഹത്വം
വെളിപ്പെടുത്തണമേ എന്നാണ് കർത്താവ് പറഞ്ഞത് 17-ാം അധ്യായത്തിൽ. അപ്പോൾ ആ മഹത്വമാണ് കർത്താവ് എന്ത് ചെയ്തത്? വെളിപ്പെടുത്തിയത്. തേജസ്, അവൻ്റെ തേജസ്സിൻ്റെ പ്രഭയാണ്. 4-ാമത് നമ്മൾ ചിന്തിച്ചത്, 5-ാമത് ചിന്തിച്ചത് ദൈവത്തെ വെളിപ്പെടുത്തിയവനാണ്. അതായത് അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. അവിടെയാണ്, അതായത് ദൈവത്തിൻ്റെ സമ്പൂർണമായ വെളിപ്പാടാണ് യേശുക്രിസ്തു. പ്രവാചകന്മാർക്ക് ദൈവം സമ്പൂർണമായ വെളിപ്പാട് കൊടുത്തിട്ടില്ല. അവർ കുറേശ്ശെ ആയിട്ടാണ് മനസ്സിലാക്കുകയും പിതാക്കന്മാരോട് പറയുകയും ചെയ്തത്. എന്നാൽ ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. യോഹന്നാനിൽ തന്നെ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ 1:18 എന്താണ്? ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ പുത്രനാണ് കാണപ്പെടാത്ത ദൈവത്തെ പ്രദർശിപ്പിച്ച ആ വെളിപ്പാടെന്ന് പറയുന്നത്. ഈസ് ദ കംപ്ലീറ്റ് റെവലേഷൻ ഓഫ് ദ അൺസീൻ ഗാഡ്. ആ കാണപ്പെടാത്ത ദൈവത്തിൻ്റെ സമ്പൂർണ്ണ വെളിപ്പാടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. അവൻ തത്വത്തിൻ്റെ മുദ്രയാണ്. നമ്മുടെ കൊലോസ്യലേഖനം 2:5 വായിക്കുന്നുണ്ട്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവൻ അദൃശ്യനായ ദൈവത്തിന്, 1:15 വായിക്കുമ്പോൾ അവൻ അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. ഈസ് ദ ഇമേജ് ഓഫ് അൺസീൻ ഗോഡ്. അദൃശ്യനായ ദൈവത്തിൻ്റെ പ്രതിമയാണ്. അദൃശ്യനായ ദൈവത്തിൻ്റെ തേജസ്സിനെ, അല്ലെങ്കിൽ ആ ദൈവത്തെ അങ്ങനെ തന്നെ വെളിപ്പെടുത്തിയവനാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു. നമ്മൾ പിന്നീട് അവിടെ കണ്ടത്, അവൻ എന്ത് ചെയ്തു? പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. അവൻ ഈസ് ദ റിഡീമർ. അവൻ പാപപരിഹാരകനാണ്. അത് 7-ാം അധ്യായത്തിൻ്റെ 27-ലും 9-ാം അധ്യായത്തിലൊക്കെ അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് വിശദമായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. പ്രവാചകന്മാർ സന്ദേശവാഹകരാണ്. ദൈവം തൻ്റെ ജനത്തിനോട് പറയാനായിട്ട്, ദൈവത്തിന് പറയാനായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിച്ച സന്ദേശവാഹകർ മാത്രമാണ് ആര്? പ്രവാചകന്മാർ. എന്നാൽ ക്രിസ്തുവോ ആ സന്ദേശമാണ്. പ്രവാചകന്മാർ പ്രസംഗിച്ച, പ്രവാചകന്മാർ അറിയിച്ച സന്ദേശമാണ് ആര്? ദൈവപുത്രൻ. ഇസ്രായേലിനെ പറ്റിയ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ കർത്താവിനെ ലോകചരിത്രത്തിൽ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. കർത്താവ് തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇസ്രായേൽ യഹൂദന്മാർ വളരെയധികം തെറ്റിദ്ധരിച്ചു. അവർ കർത്താവിനെ അവർക്ക് ശരിയായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. അവർ ന്യായപ്രമാണം അവർക്ക് എന്തിനാണ് കൊടുത്തേ? എന്തിനാണ് ന്യായപ്രമാണം കൊടുത്തത്? ന്യായപ്രമാണം ഇസ്രായേൽ മക്കൾക്ക്, യഹൂദന്മാർക്ക് കൊടുത്തത് എന്തിനാ? പറഞ്ഞോട്ടെ, അനുസരിക്കാൻ. ഗലാത്യലേഖനം നമ്മൾ പഠിക്കുമ്പോൾ അവിടെ അതിന് കൃത്യമായിട്ട് ഉത്തരവുണ്ട്. ന്യായപ്രമാണം എന്തല്ല? ന്യായപ്രമാണ രക്ഷകൻ അല്ല. ന്യായപ്രമാണ അനുഷ്ഠാനത്തിലൂടെ അവർക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല? നീതി പ്രാപിക്കാനായിട്ട് സാധിക്കില്ല. ന്യായപ്രമാണം വിശ്വാസത്താൽ നീതി പ്രാപിക്കേണ്ടതിന് എന്താണ്? രക്ഷകൻ്റെ അടുക്കിലേക്ക് നടത്തുവാൻ അവർക്ക് ശിശുപാലകനായിട്ട് ഭവിച്ചു. രക്ഷകനെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു ടീച്ചറാണ്, ശിശുപാലകനാണ്, അല്ലെങ്കിൽ ഒരു ചൂണ്ടുപലകയാണ് എന്ത്? ന്യായപ്രമാണം എന്ന് പറയുന്നത്. അപ്പോൾ ആ ന്യായപ്രമാണം പഠിപ്പിക്കുകയും ചെയ്ത യഹൂദന്മാർക്ക് കർത്താവിനെ മനസ്സിലാക്കാനായിട്ട് സാധിച്ചില്ല. ആ സന്ദേശം എന്ന് പറയുന്നത് ഈ രക്ഷകനെക്കുറിച്ചാണ്. അപ്പോസ്തലനായ പൗലോസിനെ കഴിഞ്ഞ ആഴ്ച ഞാനത് ഒന്ന് സൂചിപ്പിക്കുകയുണ്ടായി. പൗലോസിനെ ജെറുസലേമിൽ വെച്ച് പിടിക്കുകയും താൻ ബന്ധനസ്ഥനായിട്ട് കൈസരിയിലും പിന്നീട് ജെറുസലേമിലും ഒക്കെ ആയിരിക്കുമ്പോൾ താൻ ഫെസ്തോസിൻ്റെ, അഗ്രിപ്പ രാജാവിൻ്റെ മുമ്പിൽ താൻ വിശദീകരിച്ച് പറയുന്നുണ്ട്. 26-ാം അധ്യായം നിങ്ങളത് വായിച്ചു നോക്കണം. അതിമനോഹരമായിരിക്കുന്ന ഒരു സാക്ഷ്യം പറച്ചിലാണ്. ആ സാക്ഷ്യം പറച്ചിൽ തീ കത്തുന്ന നമുക്ക് കാണാനായിട്ട് കഴിയും. ആ സാക്ഷ്യം പറഞ്ഞു കഴിയുമ്പോൾ 23-ാം വാക്യത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ക്രിസ്തു കഷ്ടം അനുഭവിക്കുകയും മരിച്ചവരിൽ ആദ്യജാതനായി ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യണമെന്ന് മോശ തുടങ്ങി സകല പ്രവാചകന്മാരും പ്രവചിച്ചതൊഴികെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ ഫെസ്തോസ് ഉടനെ പറഞ്ഞു, അല്ലയോ പൗലോസേ, നിനക്ക് വിദ്യാപകത്വത്താൽ നിനക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. പൗലോസ് പറഞ്ഞു, എനിക്ക് ഭ്രാന്തില്ല. അല്ലയോ അഗ്രിപ്പ രാജാവേ, ഞാൻ പറയുന്നത് സത്യമല്ലേ? നിങ്ങൾ പ്രവാചകന്മാരെ വിശ്വസിക്കുന്നുവോ എന്ന് ചോദിച്ചു. പ്രവാചകന്മാരെ
വിശ്വസിക്കുന്നുവോ? അപ്പോൾ അഗ്രിപ്പാ രാജാവ് എന്താണ് പറഞ്ഞത്? നീ എന്നെ അല്പം കൊണ്ട് ക്രിസ്ത്യാനിയാക്കാൻ. അതിൻ്റെ അർത്ഥം എന്താ? പ്രവാചകന്മാർ, അതാണ് താൻ ആ സാക്ഷ്യം മുഴുവൻ പറഞ്ഞു വന്നു. പ്രവാചകന്മാർ പറഞ്ഞതല്ല, മോശ തുടങ്ങിയുള്ള പ്രവാചകന്മാർ പറഞ്ഞതല്ലാതെ ഞാനൊരു വാക്കും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവർ എഴുന്നേറ്റ് മാറി എന്ന് പറയുന്നുണ്ട്. ഈ അഗ്രിപ്പാ രാജാവും ഫെർണിക്കയും അതുപോലെ ഫെസ്തോസും ഒക്കെ എഴുന്നേറ്റ് മാറി എന്ന് പറയുന്നുണ്ട്. ഇവനൊരു കുറ്റവും മരണയോഗ്യമായതൊന്നും പ്രവർത്തിച്ചിട്ടില്ല. ഇവൻ കൈസരെ അഭയം ചൊല്ലിയില്ലായിരുന്നുവെങ്കിൽ നമുക്ക് അവനെ വിട്ടയക്കാമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമാണ്. ദൈവമക്കളെ, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. പ്രവാചകന്മാർ പ്രവചിച്ച ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തിവിശേഷമായിരിക്കുന്ന കർത്താവ് ലോകരക്ഷിതാവിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വിശ്വസിച്ചിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മിത്തിൽ അത് അപ്പോസ്തലനായ പത്രോസ് പറയുന്നുണ്ട്, എന്താണ്? ഞങ്ങൾ അവൻ്റെ മഹിമ കണ്ട സാക്ഷികൾ. എന്തായിട്ടല്ല, നിർമ്മിത കഥകളെ ആസ്പദമാക്കിയല്ല, അവൻ്റെ മഹിമ കണ്ട സാക്ഷികളായിട്ടത്രേ. എന്നിട്ട് താഴെ പറയുന്നുണ്ട്, ഒരു പ്രത്യേക ഒരു ക്ലോസ് ഉണ്ട്. എന്താണെന്നറിയാമോ? പ്രവാചകവാക്യവും അധികം സ്ഥിരമായിട്ട് നമുക്ക് ഉണ്ട്. അപ്പോൾ പ്രവാചകന്മാർ പറഞ്ഞത് ആരെക്കുറിച്ചാണ്? കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം എമൗസിലേക്ക് പോകുമ്പോൾ ശിഷ്യന്മാരോട് കൂടെ നടന്നു പോവുകയാണ്. അപ്പോൾ അവർ തമ്മിൽ തർക്കിക്കുക. ശിഷ്യന്മാർ എന്താ തർക്കിക്കുന്നത്? യേശു ഉയർത്തെഴുന്നേൽക്കുമോ ഇല്ലയോ, ഉയർത്തെഴുന്നേറ്റുമെന്ന് സഹോദരിമാർ പറയുന്നത് ശരിയാണോ അല്ലയോ, ഇതാണ് തർക്കിക്കുന്നത്. അപ്പോൾ ഉയർത്തെഴുന്നേൽക്കും ഇല്ല എന്നൊക്കെ തർക്കിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോൾ കർത്താവരോട് പറയുന്നുണ്ട് 25 മുതലുള്ള വാക്യങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞത് പറയാമോ? പ്രവാചകന്മാർ പറഞ്ഞത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, മോശ തുടങ്ങി പ്രവാചകന്മാർ എഴുതിയിരിക്കുന്നതൊക്കെയും വിശ്വസിക്കാത്തവരെ എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രവാചകന്മാരെ ആരെക്കുറിച്ചാണ് പറഞ്ഞത്? എന്നിട്ട് 44 വാക്യത്തിൽ പറയുന്നുണ്ട്, ആ വീട്ടിൽ പോയി അവരോട് കൂടെ ഭക്ഷണം കഴിച്ചിരുന്ന സമയത്ത് അവർക്ക് അവിടെ പറയുന്നുണ്ട്, മോശയുടെ ന്യായപ്രമാണത്തിലും സങ്കീർത്തന പുസ്തകങ്ങളിലും പ്രവാചകന്മാർ പുസ്തകങ്ങളിലും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അവർക്ക് വിവരിച്ചു കൊടുത്തു. അപ്പോൾ ആരെക്കുറിച്ചാണ് ഇവരൊക്കെ പ്രവചിച്ചേ? സ്തോത്രം. അപ്പോൾ ഈ സംശയമുള്ള യഹൂദ വിശ്വാസികളോട് പറയുകയാണ്, നിങ്ങൾക്ക് ആ പ്രവാചകന്മാരെ വേണമോ അതോ പ്രവാചകന്മാർ പ്രവചിച്ച സന്ദേശമായിരിക്കുന്ന വ്യക്തിവിശേഷമായിരിക്കുന്ന യേശുവിനെ നിങ്ങൾക്ക് വേണമോ? നിങ്ങൾ യേശുവിൻ്റെ അടുക്കലേക്ക് വന്നുവെങ്കിൽ നിങ്ങൾ പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ്റെ അടുക്കലാണ് വന്നിരിക്കുന്നത്. ഈ മംഗലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ സുവിശേഷ വേല ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, ഇവിടെ പലരും അവിടെ വന്നിട്ടുണ്ട്. സഭാസ്ഥാപനത്തിൻ്റെ സമയത്ത് ബസ്സിൽ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. അത് ഒരു കുടിയേറ്റ പ്രദേശമാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സുവിശേഷം പറയാനായിട്ട് ഒരിക്കൽ പോയപ്പോൾ ഒരു വീട്ടിൽ മുറ്റത്ത് നിന്നിങ്ങനെ, വീട്ടിലൊക്കെ കയറ്റുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടാണ്. ഇച്ചിരി കട്ടർ കത്തോലിക്കരായിട്ടുള്ള ആളുകളൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ കിട്ടിയ അവസരത്തിൽ ഞാനിങ്ങനെ പറയാനായിട്ട് തുടങ്ങിയപ്പോൾ ആദ്യ വിശേഷമൊക്കെ ചോദിച്ചിങ്ങനെ പറയാൻ ആ വീട്ടിലെ ചേച്ചി പറഞ്ഞു, യേശുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ, അവർ കത്തോലിക്കരാണ്, യേശുവിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ ബ്രദറൊന്നും പറയണ്ട. അതെന്താ? അല്ല, യേശുവിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ നന്മകൾ ഞങ്ങൾക്ക് ഇന്ന ആളുകളിൽ നിന്നൊക്കെ കിട്ടുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ അതുതന്നെയാണ് പ്രശ്നം. അതായത് യഹൂദന്മാർ ഇവരെ ചൂണ്ടിക്കാണിച്ച് ഇവരോട് പറയുകയാണ്, പ്രവാചകന്മാർ ഞങ്ങൾക്ക് ആരുണ്ട്? നിങ്ങൾ ഈ പ്രവാചകന്മാരൊക്കെ വിട്ടുപോയില്ലേ, നിങ്ങൾക്ക് എന്ത് ഉണ്ട്? അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, പ്രവാചകന്മാരെക്കാൾ ശ്രേഷ്ഠനായ ഒരുവൻ നമുക്ക് ഉണ്ട്. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ ഭാഗത്തേക്ക് നമ്മൾ വരികയാണ്. രണ്ടാമത്തേത്, യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠനാണ്. 1-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം വരെയാണ് ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠൻ എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. അതിലൊന്നാമത്തെ കാര്യം, നമ്മുടെ കർത്താവിന് ശ്രേഷ്ഠമായ ഒരു നാമം ഉണ്ട് എന്നുള്ളതാണ്. ശ്രേഷ്ഠമായൊരു നാമമുണ്ട്. അവിടെ 4-ാം വാക്യം നമ്മൾ കാണുന്നത്,
അവൻ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് അവകാശിയായതിന് ഒത്തവണ്ണം എന്നാണ്. വിശിഷ്ടമായ നാമത്തിന് അവകാശിയായി. അപ്പോൾ ദൈവദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമം എന്താണ്? അതാണ് 5-ാം വാക്യത്തിൽ. നീ എൻ്റെ പുത്രൻ, ഞാൻ ഇന്ന് നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്നും ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കുമെന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും വല്ലപ്പോഴും അരുളി ചെയ്തിട്ടുണ്ടോ? അപ്പോൾ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ എ ബെറ്റർ നെയിം, ആൻ എക്സലൻറ്റ് നെയിം ദാൻ ഏഞ്ചൽസ്. ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ വിശിഷ്ടമായൊരു നാമം ആർക്കുണ്ട്? ഉണ്ട്. ആർക്കുണ്ട്? യേശു കർത്താവിനുണ്ട്. അത് പറയുന്നതിന് മുമ്പ് ഒരു വാക്ക് പറയട്ടെ. അതായത് യഹൂദന്മാരെ സംബന്ധിച്ച് യഹൂദന്മാരുടെ ഇടയിൽ ദൂതന്മാർക്ക് വലിയ സ്ഥാനമുണ്ട്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ തന്നെയുണ്ട്. 2-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യത്തിൽ ദൂതന്മാർ മുഖാന്തരം അരുളി ചെയ്ത വചനം. അതുപോലെ ഗലാത്യലേഖനം 3-ാം അധ്യായം 19-ാം വാക്യം, ന്യായപ്രമാണം. പിന്നെ ന്യായപ്രമാണം എന്തിന്? അത് വാഗ്ദത്തം ലഭിച്ച സന്തതി വരുവോളം ലംഘനം നിമിത്തം കൂട്ടിച്ചേർത്തതും ദൂതന്മാർ മുഖാന്തരം. നിങ്ങൾ നോക്കാട്ടോ, എടുത്ത് നോക്കാം. ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതും അത്രേ. അവൻ ന്യായപ്രമാണത്തിൻ്റെ മധ്യസ്ഥനായ മോശയുടെ കയ്യിൽ ആര് വഴിയാണ് കൊടുത്തത്? ദൂതന്മാർ മുഖാന്തരമാണ് കൊടുത്തത്. അതുപോലെ തന്നെ സ്തെഫാനോസിൻ്റെ പ്രസംഗത്തിൽ സ്തെഫാനോസ് പറയുന്നുണ്ട്, നിങ്ങൾ 7-ാം അധ്യായത്തിൻ്റെ 53-ാമത്തെ വാക്യം, അപ്പോസ്തലപ്രവൃത്തി 7:53, അവന് നിങ്ങൾ ഇപ്പോൾ ദ്രോഹികളും കൊലപാതകരും ആയിത്തീർന്നു. 53, നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായി ന്യായപ്രമാണം പ്രാപിച്ചുവെങ്കിലും അത് പ്രമാണിച്ചിട്ടില്ല. അപ്പോൾ ന്യായപ്രമാണം എങ്ങനെ കിട്ടിയേ ന്യായപ്രമാണം? ദൈവദൂതന്മാർ മുഖാന്തരമാണ് എന്ത് കിട്ടിയത്? ന്യായപ്രമാണം. നമ്മളവിടെ കാണുന്ന ഭാഗങ്ങളിലെല്ലാം ദൈവം വെളിപ്പെട്ടു എന്ന് പറയുന്നിടത്തെല്ലാം അതെന്താ? ഏഞ്ചൽ ഓഫ് ആനിയാണ്, അല്ലേ? ദൂതപ്രത്യക്ഷതയാണ്. ദൂതനാണ് അവിടെ, ദൂതന്മാരാണ് ഇത് പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുന്നത്. അപ്പം ന്യായപ്രമാണം അവർക്ക് ലഭിച്ച ദൂതന്മാർ മുഖാന്തരം മധ്യസ്ഥൻ്റെ. ആരാ മധ്യസ്ഥൻ? മോശയുടെ കയ്യിൽ കൊടുത്ത. അപ്പോൾ ദൂതന്മാർക്ക് ഒരു വളരെ പ്രാധാന്യതയുണ്ട്. ദൂതന്മാരെ മധ്യസ്ഥന്മാരായി കണക്കാക്കുന്ന സമൂഹങ്ങളുണ്ട്, അല്ലേ? നമ്മുടെ തൊട്ടപ്പുറത്ത് ഉണ്ട്. ആരാ? റഫായേൽ മാലാഖ, അല്ലേ? അപ്പോൾ അവിടെ ആ സമൂഹത്തിൽ നിന്നൊരാൾ, നമ്മുടെ പിതാക്കന്മാരൊക്കെ അങ്ങനെ വന്ന ആളുകളാണ്. അങ്ങനെ വരുന്ന ഒരാൾ എന്ത് ചിന്തിക്കണം? വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വ്യത്യസ്തമായ ദൂതന്മാരും വിശുദ്ധന്മാരെയും ഒക്കെ ഉപേക്ഷിച്ച് വരുന്ന ഒരാൾ എന്ത് ചിന്തിക്കണം? അവരെക്കാൾ യേശു ശ്രേഷ്ഠനാണ്, യേശു എനിക്ക് മതിയെന്ന് ചിന്തിക്കണം. അങ്ങനെ ചിന്തിച്ചു വന്നവരാണ് നമ്മുടെ പിതാക്കന്മാരൊക്കെ. നമ്മളങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? യേശു സർവശ്രേഷ്ഠനാണ്. നമ്മൾ കൊലോസ്യലേഖനം 2:18 വായിക്കുന്നുണ്ട്, ദൂതന്മാരെ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ജഡമനസാക്ഷിയിൽ ചീർക്കുകയും ചെയ്യുന്നവർ, തലയെ മുറുകെ പിടിക്കാതിരിക്കുകയും ചെയ്യുന്നവർ ആരും നിങ്ങളെ വിരുത് തെറ്റിക്കരുത്. നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ പറഞ്ഞു പോവുക. എടുത്ത് വായിക്കണോ? വായിക്കണമെങ്കിൽ വായിക്കാം. നമ്മളൊക്കെ ഒത്തിരി പഴക്കമുള്ള ആളുകളായതുകൊണ്ട് ഞാൻ പറയുന്നത്. അവിടെ പറയുന്നുണ്ട്, ആരെ മുറുകെ പിടിക്കുന്നില്ല? തലയെ ആരാണ്? ക്രിസ്തുവാണ്. ആരെയാണ് പിന്നെ പിടിക്കുന്നത്? ദൂതന്മാരെ ആരാധിക്കുക. നോസിസമാണ് അവിടുത്തെ പ്രശ്നം. കൊലോസ്യലേഖനം എഴുതാനുള്ള ഒരു കാരണം ജ്ഞാനവാദികൾ. അപ്പം അവർ ഈ അദൃശ്യമായ ലോകത്തിൽ ദൂതന്മാർക്കുള്ള പ്രാധാന്യത വിശ്വസിച്ച് ദൂതന്മാരുമായിട്ട് സംസർഗത്തിലൂടെ പൂർണ്ണത പ്രാപിക്കാമെന്ന് ചിന്തിക്കുന്ന ആളുകളാണ്. അപ്പോൾ ദൂതന്മാരെ ആരാധിക്കുക. വിശുദ്ധ റഫായേൽ മാലാഖ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അപ്പോൾ ദൂതന്മാർക്ക് വളരെ പ്രാധാന്യതയുള്ള സമൂഹത്തിലേക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, യേശുക്രിസ്തു ദൂതന്മാരെക്കാൾ ശ്രേഷ്ഠമായ നാമമുള്ളവനാണ്. ഏതാ നാമം? അത് പറഞ്ഞല്ലോ, 5-ാം വാക്യത്തിൽ പറഞ്ഞല്ലോ. ഏതാ നാമം? പുത്രൻ. നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന് ദൂതന്മാരിൽ ആരോടെങ്കിലും അരുളി ചെയ്തിട്ടുണ്ടോ?
അപ്പം നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞതാണ്, 2-ാം വാക്യത്തിൽ പറയുന്ന പുത്രനും ഈ പുത്രനും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. നിത്യപുത്രൻ ആരായിട്ട് വന്നു? നിത്യപുത്രൻ ആരായിട്ട്? നിത്യപിതാവ് ഉണ്ടെങ്കിൽ ആരുണ്ട്? നിത്യപുത്രനുണ്ട്. പിതാവ് നിത്യനായിരിക്കുന്ന പോലെ പുത്രനും നിത്യനാണ്. എന്നാൽ ആ നിത്യനായ പുത്രൻ ആരായിട്ട് വന്നു? അവിടെയാണ് ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. ആരായിട്ട് വന്നു? മശിഹാപുത്രനായിട്ട് വന്നു. മശിഹാപുത്രനായിട്ട് വരികയാണ്. ഓക്കെ, ഒരല്പം ഒരു 5 നിമിഷം കൊണ്ടൊന്ന് വിശദീകരിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം നമുക്കറിയാവുന്ന, എൻ്റെ കൂടെ പറഞ്ഞാൽ മതി. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം. അപ്പോൾ ആദിയിൽ ഉണ്ടായിരുന്ന വചനം ആരാ? ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, വചനം. അപ്പോൾ ഈ വചനം ആരാ? വചനം ആരാ? അല്ല, യേശു ആവാൻ വരട്ടെ. ആദിയിലുണ്ടായിരുന്ന യേശു അല്ലല്ലോ. ആദിയിലുണ്ടായിരുന്ന പുത്രൻ. ഓക്കെ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു. അതിതാരാ? അല്ല, ആദിയിലുണ്ടായിരുന്ന വചനം ആരാ? പുത്രൻ. ഈ പുത്രൻ ആരോട് കൂടിയായിരുന്നു? ദൈവത്തോട്. അതാരാ? പിതാവ്. പുത്രൻ പിതാവിനോട് കൂടിയായിരുന്നു. ഈ പുത്രൻ ആരാ? വചനം ദൈവമായിരുന്നു. വചനം എന്തായി തീർന്നു? ജഡമായി തീർന്നു. ക്ലിയർ അല്ലേ? അതെ. അപ്പോൾ ഈ വചനം, അതായത് ദൈവമായിരുന്നവൻ, അതാണ് ഫിലിപ്പിലെ നമ്മൾ ആരാധനയ്ക്കൊക്കെ എപ്പോഴും പറയുന്നത്, മിക്കവാറും ആരാധനയ്ക്ക് പറയുന്നത് എന്താ? 2-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ അതാണ് ദൈവത്തോടുള്ള സമത്വം. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ എന്ത് ചെയ്തു? ദാസരൂപം എടുത്തു, വേഷത്തിൽ മനുഷ്യനായി, മനുഷ്യസാദൃശ്യത്തിലായി, തന്നെത്താൻ ഒഴിച്ചു, വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി, തന്നെത്താൻ താഴ്ത്തി, മരണത്തോളം, ക്രൂശിലെ മരണത്തോളം. അപ്പോൾ എന്തെടുത്തു? ദാസരൂപം എടുത്തു. നിത്യപുത്രൻ ദാസരൂപം എടുത്തു, ജഡമെടുത്തു, ശരീരമെടുത്തു. ആ ശരീരമെടുത്തതിനെയാണ് പിതാവിൻ്റെ ദാസനായി മാനവർഗത്തെ രക്ഷിക്കാനായി വന്നപ്പോൾ പിതാവ് പറഞ്ഞു, യെശയ്യാപ്രവാചകന്റെ പുസ്തകം 42-ാം അധ്യായം, ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ വൃതൻ എന്ന് പറയുന്ന ആ ദാസൻ വരികയാണ് ദാസനായിട്ട്. ആ ദാസനായിട്ട് വരുമ്പോൾ അത് അയച്ചത് ആരാ? പിതാവ്. ആ പിതാവ് ജനിപ്പിക്കുക. മനുഷ്യത്വത്തിലെ നേരത്തെ നിങ്ങൾ പറഞ്ഞത് ആ വചനം എന്താ? യേശുവായിട്ട് വരുക, ജനിപ്പിക്കുക. ആ ജനിപ്പിച്ചതു മുതൽ പിതാവ് പറയുന്നുണ്ട്. പിതാവ് പലപ്പോഴായി പല കാര്യങ്ങളിലൂടെ പ്രവാചകവാക്യങ്ങൾ പുത്രൻ നിവർത്തിക്കുന്നതിലൂടെയും പിതാവ് ശബ്ദത്തിലൂടെയൊക്കെ പറയുന്നുണ്ട്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുപ്പിൻ. ഒടുവിലായിട്ട് യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൽ ശബ്ദമില്ലാതെ പിതാവായ ദൈവം സ്ഥാപിച്ചു പറഞ്ഞു, എന്താണ്? ഇവനാണ് എൻ്റെ പുത്രൻ, ഇവനെ ഞാൻ എന്ത് ചെയ്തിരിക്കുന്നു? ഞാൻ ജനിപ്പിച്ച, ഞാൻ അയച്ച എൻ്റെ പുത്രൻ, അല്ലെങ്കിൽ മശിഹാപുത്രൻ ഇവൻ തന്നെയാണ് എന്ന് ക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് ദൈവം എന്ത് ചെയ്തു? പിതാവ് സ്ഥാപിച്ചു. നമ്മൾ ആ വാക്യം വായിച്ച കഴിഞ്ഞ ആഴ്ച. ഏതാ വാക്യം? റോമർ 1:4 റോമർ 1:5 എന്താ? ജഡം സംബന്ധിച്ച് ദാവീദിൻ്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ ആ ദൈവപുത്രൻ എന്ന ശക്തിയോടെ നിർണയിക്കുക. മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റതിനാൽ അപ്പോസ്തല പ്രവൃത്തി 13-ാം അധ്യായം 32-33 വാക്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ വായിച്ചതാണ്. എന്താ? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ നീ എൻ്റെ പുത്രൻ, ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിവർത്തിച്ചുകൊണ്ട് പിതാവ് പുത്രൻ എന്ത് ചെയ്തു? ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്നാണ് നമ്മളവിടെ വായിക്കുന്നത്.
അപ്പോൾ ജനിപ്പിച്ചു എന്നുള്ളത് യേശു അല്ലെങ്കിൽ വചനമാകുന്ന നിത്യപുത്രനെ ജനിപ്പിച്ചതല്ല, പിന്നെന്താ, ജഡത്തിൽ ജനിച്ച യേശുവിനെയാണ്. ഇനി കർത്താവ് പറയുന്ന ഒരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം, ആ വാക്യം ഒന്ന് വായിക്കും. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം. അവിടെ കർത്താവ് ഉയർത്തെഴുന്നേറ്റതിന് ശേഷം മറിയ കർത്താവിൻ്റെ അടുക്കിലേക്ക് ഓടി വന്ന് വരികയാണ്. കർത്താവിൻ്റെ അടുക്കൽ കർത്താവിനെ മനസ്സിലായിട്ടില്ല. അപ്പോൾ കർത്താവ് അവളെ വിളിക്കുക, മറിയേ എന്ന് വിളിക്കുകയാണ്. ഉടനെ മറിയ, അവിടെ എഴുതിയിട്ടില്ല, ഒരു പക്ഷേ കർത്താവിൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കാനായിട്ട് ചെല്ലുമ്പോൾ കർത്താവ് പറയുന്നുണ്ട്, നീ എന്നെ തൊടരുത്. എന്നിട്ട് പറയുന്നുണ്ട്, നീ ചെന്ന് ശിഷ്യന്മാരോട്, സഹോദരന്മാരോട് പറയണം. എന്തു പറയണം? ഇനി വായിച്ച 17-ാം വാക്യം. എന്നെ യേശുവോട് എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറയുക എന്ന് പറഞ്ഞു. എൻ്റെ പിതാവും. അപ്പം അവരോട് എന്ത് പറയണം? ഞാൻ എങ്ങോട്ട് പോകുക? എങ്ങോട്ടാണ് പോകുന്നത്? എൻ്റെ പിതാവിൻ്റെ അടുക്കൽ നിന്നാണ് പറഞ്ഞത്. എൻ്റെ പിതാവും നിങ്ങളുടെ പിതാവും, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. വ്യത്യാസമുണ്ടോ? വ്യത്യാസമുണ്ട്. ഇവിടെ 2-ാം അധ്യായത്തിൻ്റെ എബ്രായലേഖനം 2:10, എബ്രായലേഖനം 2:10, സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളെ തികഞ്ഞവനാക്കുന്നു യുക്തമായിരുന്നു. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ഒരുവനല്ലോ പിതാവ്. പക്ഷേ ആ പിതാവ് എന്ന് പറയുന്നതിൽ എന്തുണ്ട്? യേശുവിൻ്റെ ദൈവത്വത്തിലല്ല. ആണോ? യേശു, ഞാൻ കഴിഞ്ഞ ആഴ്ച അത് പറഞ്ഞതാണ്. കത്തോലിക്കർക്ക് പറ്റിയ തെറ്റ് എന്താ? അവർ മറിയത്തെ എന്ത് വിളിക്കുന്നു? ദൈവമാതാവ്. ആണോ? ആണോ? അല്ല. എന്തുകൊണ്ടല്ല? ദൈവത്വം ആദിയിൽ വചനം, ആദിയിലെ വചനമാണ് ഈ പുത്രൻ. പക്ഷേ ഈ പുത്രൻ യേശുവായിട്ട് ജഡമെടുത്ത് വന്നപ്പോൾ മറിയത്തിലൂടെയാണ് എന്ത് ചെയ്തത്? മനുഷ്യത്വത്തിൽ ദൈവമുണ്ട്. അപ്പോൾ നമ്മളവിടെ ലേഖനങ്ങളിലൊക്കെ വായിക്കും. എങ്ങനെ വായിക്കും? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവും ദൈവവുമായവൻ. അതെ, സംശയം എന്താ? അതെ, ഏതാ? ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചിരിക്കുന്നു. അവിടുത്തെ ജഡാവതാരണത്തിൽ തുടക്കം മുതലേയും ആ പിതാവായ ദൈവം ആവർത്തിച്ചു പറഞ്ഞതാണ്, ഇവനെൻ്റെ പ്രിയപുത്രൻ. അവിടുത്തെ അവൻ തൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേൽപ്പിച്ചുകൊണ്ട് അത് സ്ഥാപിച്ചു. അതാണല്ലോ പ്രസംഗത്തിൽ അപ്പോസ്തലന്മാർ പറഞ്ഞത്. എന്താ? നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തുവുമാക്കി. എന്താ കർത്താവും ക്രിസ്തു? എന്താ കർത്താവും ക്രിസ്തുവാക്കി എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കാത്തിരുന്ന മശിഹാപുത്രനാണ് ആര്? ഈ മശിഹയാണ് ആര്? യേശു. നസ്രായനായ യഹൂദന്മാർക്ക് 2 പ്രശ്നം ഉണ്ടായി, 2 തെറ്റിദ്ധാരണ ഉണ്ടായി. ഒന്ന്, നസ്രായനായ യേശുവിനെ അവർ മശിഹയായിട്ട് അഥവാ ക്രിസ്തുവായിട്ട് അംഗീകരിച്ചില്ല. അത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അവരിപ്പോഴും മശിഹായെ എന്ത് ചെയ്തിരിക്കുക? കാത്തിരിക്കുകയാണ്. അപ്പം മശിഹായിട്ട് നസ്രായനായ യേശുവിനെ എന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. ദൈവം സ്ഥാപിച്ചു പറഞ്ഞതാ, ഇവൻ എൻ്റെ പ്രിയ പുത്രനാണ്, മശിഹാപുത്രനാണ്. അപ്പം ആ നാമത്തിന് പ്രത്യേകതയുണ്ട്. ഇനി അവർക്ക് പറ്റിയ 2ാമത്തെ തെറ്റ്, ഈ മശിഹാപുത്രൻ ദൈവമാണ് എന്ന് അവരെന്ത് ചെയ്യുന്നില്ല? അംഗീകരിക്കുന്നില്ല. അത് കർത്താവ് അവരോട് ചോദിക്കുന്നുണ്ട്. അത് നമുക്ക് ആ ഭേദഭാവം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം. ഞാനിത് പറയാനായിട്ട് കാരണം, നമ്മുടെ കർത്താവിൻ്റെ വ്യക്തിത്വത്തെ, ദൈവത്തെയും മനുഷ്യത്വത്തെയും സംബന്ധിച്ച ഒത്തിരി കുഴപ്പങ്ങൾ ഈ നാളുകളിൽ ഇങ്ങനെ ഈ സോഷ്യൽ മീഡിയ ഒക്കെ വന്നതോടുകൂടെ കുറേ പ്രശ്നങ്ങൾ വർദ്ധിക്കുന്നുണ്ട്. നമ്മുടെ എറണാകുളം ജില്ലയിൽ ഒരു സഭയിൽ ഇതിനെ ചൊല്ലി പ്രശ്നമുണ്ടായി. സഭയിൽ വളരെ ബുദ്ധിമുട്ടുകളുണ്ടായത് ഒരുപക്ഷെ നിങ്ങൾ പലരും അറിഞ്ഞിരിക്കുക. ഈ വണ്ണസ് പെൻ്റെക്കോസ്റ്റ്
യേശുനാമം എന്ന പഴയ പേര് ഇപ്പോൾ വൺനെസ് പെന്തക്കോസ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ യേശുവാണ് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ് എന്ന് പഠിപ്പിക്കുകയും അപ്പോൾ തന്നെ യേശു ക്രിസ്തുവിൻ്റെ ദൈവത്വത്തിൽ അമിതകൃത്രിപ്പ് നടത്തുകയും ചെയ്യുന്ന ഒരു കൂട്ടരാണവർ. നമ്മളിതൊക്കെ അതുകൊണ്ട് ഇത് വളരെ നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ വ്യക്തിത്വത്തെ സംബന്ധിച്ച് കറക്റ്റായിട്ടുള്ള വിശ്വാസം ഇല്ലാത്തവനെ ദൈവത്തിന് എന്ത് ചെയ്യുന്നില്ല, അംഗീകരിക്കുന്നത്. അതാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ അങ്ങനെയുള്ളവനെന്ന് നിങ്ങൾ വിശ്വസിക്കായികയാൽ. മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 35 മുതലുള്ള വാക്യങ്ങൾ വായിക്കും. മർക്കോസ് ഉപദേശിച്ചുകൊണ്ട് പറഞ്ഞു തുടങ്ങിയത്, ക്രിസ്തു ദാവീദിന്റെ പുത്രനെന്ന് ശാസ്ത്രിമാർ പറയുന്നത് എങ്ങനെ? കർത്താവ് എന്റെ കർത്താവിനോട്, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം എന്റെ വലത്തുഭാഗത്തിരിക്കെ അരുളി ചെയ്തു എന്ന് ദാവീദ് താൻ പരിശുദ്ധാത്മാവിലായി പറയുന്നു. ദാവീദ് തന്നെ അവനെ കർത്താവ് എന്ന് പറയുന്നുവല്ലോ, പിന്നെ അവന്റെ പുത്രൻ ആകുന്നത് എങ്ങനെ? കർത്താവ് ഇത് അങ്ങനെ അല്ല എന്നല്ല കർത്താവ് പറഞ്ഞത്, അങ്ങനെ തന്നെയാണെന്നാണ്. അപ്പോൾ ഇവരെപ്പോഴും എന്താ പറയുന്നത്, അവർ കർത്താവിനെ എതിർക്കാനായിട്ടുള്ളൊരു കാരണം എപ്പോഴും അവരൊരു ദൈവനിന്ദാ കുറ്റം, ഇന്നത്തെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവനിന്ദാ കുറ്റം കർത്താവിൽ ആരോപിച്ച് എന്താണ് ഇവനെന്ത് ചെയ്യുന്നു? കർത്താവ് എന്ത് പറഞ്ഞു? ഞാൻ ആരാണ്? ദൈവപുത്രനാണ്. അപ്പോൾ ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ആരാ? ദൈവമാണ്. ദൈവപുത്രൻ എന്ന് പറഞ്ഞപ്പോൾ അവരെന്താ പറഞ്ഞത്? ഇവൻ തന്നെത്താൻ ദൈവത്തോട് സമനാക്കി. അതാണല്ലോ. അപ്പോൾ അതേ ഉദ്ദേശത്തിലാണ് കർത്താവ് ഇവിടെ ചോദിക്കുന്നവരോട്. നിങ്ങൾ പറയുന്നുണ്ടല്ലോ, നിങ്ങളെ വചനം പഠിപ്പിക്കുന്ന ശാസ്ത്രിമാർ നിങ്ങളെന്താ പഠിപ്പിക്കുന്നത്? ക്രിസ്തു ദാവീദിൻ്റെ പുത്രനാണെന്നാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുന്നുണ്ട്, 110-ാം സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് എന്ത്? കർത്താവ് എൻ്റെ കർത്താവിനോട്, യഹോവ എൻ്റെ കർത്താവിനോട്. അപ്പോൾ കർത്താവ് എൻ്റെ കർത്താവിനോട് പറയുകയാണ്. അതാരാ കർത്താവിനോട് പറയാൻ? ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്ത് ഇരിക്കുക. അപ്പോൾ ഈ കർത്താവ് എൻ്റെ കർത്താവിനോട്, പിതാവ് പുത്രനോട്, കർത്താവ് എൻ്റെ കർത്താവിനോട് പറയുകയാണ് നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. അപ്പോൾ അത് ആരെക്കുറിച്ചാണ്? ക്രിസ്തുവിനെ സംബന്ധിച്ച. ആ ക്രിസ്തു ആരാ? ദാവീദിൻ്റെ പുത്രനാണ്. അപ്പോൾ ഈ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ക്രിസ്തു കർത്താവാകുന്നത്? ഈ ക്രിസ്തു കർത്താവാകുന്നത് ദാവീദിൻ്റെ പുത്രനായിട്ട്. അതായത് ദാവീദിൻ്റെ പുത്രൻ എന്ന് പറയുമ്പോൾ അവരുദ്ദേശിക്കുന്നത് എന്താ ഉദ്ദേശിക്കുന്നത്? ആ ജീനിയോളജിയിൽ ജനിക്കുന്ന ഒരു മനുഷ്യനായി ജനിച്ച് അവരുടെ രാജാവാകുന്ന ഒരു ക്രിസ്തുവിനെയാണ് രാജാവിനെ അവർ കണക്കാക്കുന്നത്. ആരല്ല? ദൈവം അല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് അവിടെ പറയുന്നത്. ഈ ക്രിസ്തു എങ്ങനെ ദാവീദിൻ്റെ മകനാകും? ദാവീദ് പറയുന്ന പോലെ ആണെങ്കിൽ, നിങ്ങൾ ചിന്തിക്കുന്ന പോലെ ആണെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ദാവീദ് പറയുന്നത് പോലെയാണ് എങ്കിൽ ക്രിസ്തു ആരാണ്? അവിടുന്ന് നേരത്തെ കർത്താവാണ്, പക്ഷെ ആരായി വന്നു? മശിഹാപുത്രനായി വന്നു. മശിഹായി വന്നവനാണ്. അവനാ താണതാണ്, മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ, 2 പ്രാവശ്യം പറഞ്ഞു, തന്നെത്താൻ ഒഴിച്ചു. എന്തൊഴിച്ചു? ദൈവമഹത്വം, ദൈവത്വമല്ല, ദൈവമഹത്വം ഒഴിച്ചു. തന്നെത്താൻ താഴ്ത്തി. അപ്പോൾ തന്നെത്താൻ താഴ്ത്തി ദാസനായി വന്നു. ആ ദാസനായി വരുമ്പോൾ അതാ അവിടെ യജമാനൻ, പിതാവ്. മശിഹാപുത്രനായി വരുമ്പോൾ അതാ അവിടെ പിതാവ്. മശിഹാത്വത്തിൽ, അവിടുത്തെ മനുഷ്യത്തിൽ അതാ അവിടെ ദൈവം. അതാ പറഞ്ഞു, എൻ്റെ ദൈവവും നിങ്ങളുടെ ദൈവവും, എൻ്റെ പിതാവും നിങ്ങളുടെ ദൈവവും. ദൈവത്തിന് സ്തോത്രം. ആ നാമം, ഈ നാമം, രക്ഷിപ്പാൻ കഴിയുന്ന ഒരേ ഒരു നാമം. അതാ പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. രക്ഷിക്കപ്പെടും. അവിടെ 2-ാം അധ്യായത്തിലെ പത്രോസിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞു, ഇവനിലാണ് എന്ത്? അവൻ്റെ നാമം മൂലം നിങ്ങൾക്ക് എന്തുണ്ട്? പാപമോചനം ഉണ്ടെന്ന് സകല പ്രവാചകന്മാർ സാക്ഷ്യം പറയുന്നു. 10-ാം അധ്യായം 43-ാം വാക്യം. എല്ലായിടത്തും പറയുന്നതാണ്, അവൻ്റെ നാമത്തിൽ നിങ്ങൾക്ക് എന്തുണ്ട്? വിമോചനം ഉണ്ട്. നിങ്ങൾ ക്രൂശിച്ച, അപ്പോൾ അവർ കർത്താവിനെ ക്രൂശിച്ചിട്ട് അധികം ദിവസം ആയില്ല. എത്ര ദിവസമായി? ഒരു 53 ദിവസം ആയിട്ടുള്ളൂ. ആ 53-ാമത്തെ ദിവസമാണ് പറയുന്നത്, നിങ്ങൾ ക്രൂശിച്ച
യേശുവിനെ ദൈവം കർത്താവും ക്രിസ്തു, നിങ്ങൾ അങ്ങനെ അംഗീകരിക്കണം, ഈ യേശുവിൻ്റെ നാമം സ്വീകരിക്കണം. അവരങ്ങനെ സ്വീകരിച്ചു. യേശുവിനെ കർത്താവായിട്ട് അവരെന്ത് ചെയ്തു? യേശുവിനെ മശിഹായിട്ട് അംഗീകരിച്ചു. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെടണമെങ്കിൽ, ഒരാൾക്ക് പാപമോചനം ലഭിക്കണമെങ്കിൽ, ഒരാൾക്ക് വീണ്ടെടുപ്പ് ലഭിക്കണമെങ്കിൽ, ഒരാൾ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ, ആത്മരക്ഷ പ്രാപിക്കണമെങ്കിൽ, ഒരാളുടെ പ്രാർത്ഥന ദൈവം സ്വീകരിക്കണമെങ്കിൽ അവൻ ഏത് നാമം സ്വീകരിക്കണം? മശിഹാപുത്രൻ, യേശുവിനെ കർത്താവെന്ന് ഈ ലേഖനങ്ങളിൽ പറയുന്ന, ആവർത്തിച്ച് പറയുന്ന കർത്താവായ യേശു ക്രിസ്തു, യേശു ക്രിസ്തു എന്ന കർത്താവ്, ക്രിസ്തുവേശു എന്ന കർത്താവ്, അങ്ങനെ അംഗീകരിക്കണം. ഇനി വേറെ കാര്യമുണ്ട്, ആ നാമം മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ. അവിടെയാണ് പ്രശ്നം വരുന്നത്, ഒത്തിരി ആളുകൾക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഏത് നാമം മാത്രം? യേശു ക്രിസ്തു എന്ന ആ കർത്താവിനെ മാത്രം. ഒരേ ഒരു കർത്താവേ നമുക്ക് ഉള്ളൂ. കർത്താവ് പറഞ്ഞു, ഈ പ്രാർത്ഥനയോടുള്ള ബന്ധത്തിലും കർത്താവ് പറഞ്ഞു, നിങ്ങൾ എൻ്റെ നാമത്തിൽ, യോഹന്നാന്റെ സുവിശേഷം 14-6 വാക്യമാണല്ലോ, വഴിയും സത്യവും ജീവനും ഞാനാവുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കിലേക്ക് പോകുന്നില്ല, എത്തുന്നില്ല. എന്നിട്ട് താഴത്തെ ഭാഗങ്ങൾ നിങ്ങൾ വായിച്ചാൽ അത് മനസ്സിലാകും. 12-13 വാക്യത്തിൽ കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് അപേക്ഷിക്കുന്നതൊക്കെയും പിതാവ് പുത്രനിൽ മഹത്വപ്പെടേണ്ടതിന്. അപ്പം ആരുടെ നാമത്തിൽ ചോദിക്കണം? വേറെ നാമമില്ല. അതുകൊണ്ട് ഈ താന്ന ആളെ, അതാണ് ഈ എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിച്ച 5-ാം വാക്യത്തിൽ 4-ാം വാക്യത്തിൽ പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവൻ ദൂതന്മാരെക്കാൾ വിശിഷ്ടമായ നാമത്തിന് ഈ മശിഹാപുത്രൻ, നിത്യനായ പുത്രൻ എന്ത് ചെയ്തു? താണ് ക്രൂശിലെ മരണത്തോളം താണു. അടുത്ത വാക്യം എന്താ? അതുകൊണ്ട് ദൈവവും അവനെ ഏറ്റവും ഉയർത്തി സകല നാമത്തിലും മേലായ നാമം നൽകി. ഓ സ്തോത്രം! ആ നാമത്തിലാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? അങ്ങനെ ഒരു നാമമുള്ളവൻ നിങ്ങൾക്കുണ്ട്. അങ്ങനെ ഒരു നാമമുള്ള മശിഹാപുത്രനെ വേണമോ അതോ ദൂതന്മാരെ വേണമോ? ദൂതന്മാരെ വേണമെങ്കിൽ പൊക്കോ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറഞ്ഞ് നിങ്ങൾ പൊക്കോ. പക്ഷേ അപേക്ഷിക്കാനും രക്ഷിക്കപ്പെടുവാനും ദൈവസന്നിധിയിൽ സ്വീകാര്യത പ്രാപിക്കാനും ഒരു നാമമേ ദൈവം എന്ത് ചെയ്തിട്ടുള്ളൂ? വെച്ചിട്ടുള്ളൂ. ആ നാമമാണ് യേശു ക്രിസ്തുവിൻ്റെ, കർത്താവിൻ്റെ നാമം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് 5-ാം വാക്യത്തിൽ, 6-ാം വാക്യം. ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം എന്ന് താൻ അരുളി ചെയ്യുന്നു. അവൻ കാറ്റുകളെ തന്റെ ദൂതന്മാരും അഗ്നിജ്വാലയെ തന്റെ സൂചകന്മാരും ആക്കുന്നു എന്ന് ദൂതന്മാരെ കുറിച്ച് പറയുന്നു. പുത്രനോടോ, ദൈവമേ, നിന്റെ സിംഹാസനം എന്നും എന്നേക്കുമുള്ളത്, നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ നേരുള്ള ചെങ്കോൽ. മതി. 6-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, ആദിജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിൻ്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണം. ആദിജാതനെ ഇനി വീണ്ടും ഒന്നുകൂടെ എന്ത് ചെയ്യും? ഭൂതലത്തിലേക്ക് അയക്കും. അന്ന് കർത്താവ് പറഞ്ഞു, മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന് 31-ാം വാക്യം, അവൻ തൻ്റെ സകല വിശുദ്ധ ദൂതന്മാരുമായി വരുന്നത് നിങ്ങൾ കാണുമെന്നാണ്. സകല വിശുദ്ധ ദൂതന്മാരുമായിട്ട് ആര് വരും? ദൈവപുത്രൻ വരും. അന്ന് വിശുദ്ധ ദൂതന്മാരും സകലരും അവൻ്റെ മുമ്പിൽ എന്ത് ചെയ്യും? അടിപണിയും, അവനെ ആരാധിക്കും. അപ്പോൾ ദൂതന്മാർ ആരാണ്? ആരാധിക്കുന്നവരാണ്, ആരാധകരാണ്. ആരുടെ? ഈ ദൈവപുത്രൻ്റെ ആരാധകരാണ്, അവനെ ആരാധിക്കുന്നവരാണ്. ദൈവപുത്രൻ ആരാ? അല്ലയോ സഹോദരന്മാരെ, നിങ്ങൾ സംശയിക്കണ്ട. യഹൂദ വിശ്വാസികളായ സഹോദരന്മാരെ, നിങ്ങൾ എന്തിനു പുറകിലേക്ക് തിരിഞ്ഞു നോക്കണം? ദൂതന്മാർ മുഖാന്തരം ന്യായപ്രമാണം ലഭിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ആ ന്യായപ്രമാണം ആരെയാണ് ചൂണ്ടിക്കാണിച്ചത്? മോശയുടെ ന്യായപ്രമാണം ചൂണ്ടിക്കാണിച്ചത് ദൈവപുത്രനെയാണ്. ആ ദൈവപുത്രനെ ആരാധിക്കുന്നവർ മാത്രമാണ് ആര്? ദൂതന്മാർ. അവർ ആദരണീയരാണ്. ദൂതന്മാരാരാണ്? ദൂതന്മാർ ആദരണീയരാണ്. പക്ഷെ ആരല്ല? ആരാധ്യർ. അതാണല്ലോ കൊലോസ്യർ 2:18 ഞാൻ നേരെ, ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് എന്നാണ് പറയുന്നത്. പല ആളുകൾക്കും ദൈവത്തെ ആരാധിക്കുന്നതിലും മനുഷ്യൻ്റെ ആരാധകരാകുന്നതിലാണ് കൂടുതൽ താല്പര്യം, അല്ലേ? ഫാൻസ് അസോസിയേഷൻ
നമുക്കങ്ങനെയുണ്ട് ഫാൻസ്, ചിലരുടെ ഫാൻസാണ് ആളുകൾ. ഒരാളുടെ ഫാൻസ് അസോസിയേഷനിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, നമ്മൾ ഒരാളുടെ ചേർന്നിട്ടുണ്ട്, അവൻ നമ്മളെ ചേർത്തത്, നമ്മൾ ചേർന്നതല്ല, അവൻ നമ്മളെ ചേർത്തതാണ്. ആരുടെയും ഫാൻസ് അസോസിയേഷനിൽ നമ്മൾ എന്ത് ചെയ്യണ്ട, ആരുടെയും ആരാധകരാകണ്ട. കർത്താവിനെ തെറ്റിക്കാനായിട്ടൊരു പുള്ളി വന്ന് പറഞ്ഞു, ഇതൊക്കെ നിനക്ക് എന്ത് ചെയ്യാം, തരാം, എന്ത് ചെയ്താൽ മതി, അവർ ജസ്റ്റ് ഒന്ന് കുമ്പിട്ടാൽ മതി. കർത്താവ് എന്ത് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ നമസ്കരിക്കാവൂ, അവനെ മാത്രമേ. ആദരണീയരുണ്ട്, തീർച്ചയായിട്ടും ആദരണീയരുണ്ട്. അത് ആദരണീയരായിരിക്കുന്നത് ഇന്നിൻ്റെ അവസ്ഥയിൽ മാത്രമായിരിക്കണം. ഇപ്പോൾ ഈ ദൂതന്മാർ ആദരണീയരാണ്. ഇപ്പോൾ ദൂതന്മാർ ആദരണീയരായതുകൊണ്ടാണ് ഇവിടെ സഹോദരിമാർ തലയിൽ തുണി ഇട്ടിരിക്കുന്നത്, അല്ലേ? ഏതാ വാക്യം? വാക്യം ചോദിക്കരുത് സഹോദര, അത് പിന്നെ പറഞ്ഞിട്ടുണ്ട് ഇടാൻ, അപ്പോൾ ഞങ്ങൾ ഇടും. നല്ല കാര്യമാണ്, അത്രയും മതി. ഇനി വാക്യം അറിഞ്ഞില്ലേലും ഇടുന്നുണ്ടല്ലോ, സ്തോത്രം. ദൂതന്മാർ നിമിത്തം തലമേൽ അധീനത ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആരുണ്ട് ഇവിടെ? ദൂതന്മാരുണ്ട്. അപ്പോൾ അതൊന്നും ഓർക്കാതെയാണ് നമ്മൾ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ദൂതൻ പോയി പറയുന്നുണ്ട് അവിടെ, എൻ്റെ ഈ ചെറിയവരിൽ ഒരുത്തന് ഇടർച്ച വരുത്തുന്നവന് അയ്യോ കഷ്ടം, അവരുടെ പറയാവോ, അവരുടെ ദൂതന്മാർ എൻ്റെ പിതാവിൻ്റെ മുഖം നമ്മൾ ആദരിക്കേണ്ടവരെ ആദരിക്കാതിരിക്കുമ്പോൾ റിപ്പോർട്ട് അവിടെ ചെല്ലുന്നുണ്ട്. ആദരിക്കാൻ പാടില്ലാത്തവരെ ആദരിക്കുമ്പോൾ ദുഷ്ടനെ നീതീകരിക്കുകയും നീതിമാനെ കുറ്റം ചുമത്തുകയും ചെയ്യുന്നവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു. യഹോവയെ തന്നെ 40-ാം സങ്കീർത്തനം നമ്മൾ വായിക്കുന്നു, യഹോവയെ തന്നെ ആശ്രയമാക്കിക്കൊള്ളുകയും വ്യാജത്തിലേക്കും നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും പറയാവോ, നിഗളികളെയും വ്യാജത്തിലേക്ക് തിരിയുന്നവരെയും ആദരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. ഇന്നുവരെ ജോൺസ് സോരൻ നല്ലവനായിരിക്കാം, ആദരിക്കപ്പെടുവാൻ കൊള്ളാവുന്നവനായി 25 വർഷമായിട്ട് സുവിശേഷ വേല ചെയ്യുകയും വചനം പഠിപ്പിക്കുകയും പറയുന്ന വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളുമായിരിക്കാം. നാളെ അല്ലെങ്കിൽ ആദരവിന് എന്തല്ല, അർഹൻ അല്ല, നമ്മുടെ അടുത്ത ആളായിരിക്കാം. ആരും ഇനി ഇതിൽ നിന്ന് തന്നെ ഞാൻ പറയാം, എല്ലാ ദൂതന്മാരും ആദരവിന് യോഗ്യരാണോ? ആണോ? അല്ല. ദൈവം സൃഷ്ടിച്ച എല്ലാ ദൂതന്മാരും ആദരവിന് യോഗ്യരല്ല. എന്താ പറ്റിയേ? വീണുപോയി. നമ്മളെന്ന് വെച്ചാൽ ഒരാൾ വീഴാൻ നോക്കി നിൽക്കുക, പുള്ളീനെ എടുത്ത് തോളത്ത്, അല്ലേ? ഒരാൾ വീണിട്ട് വേണം പുള്ളിയെ എടുത്ത് നമ്മളെന്ത് ചെയ്യാൻ, തോളത്ത് വയ്ക്കാൻ. സൂക്ഷിച്ച് വേണം നമ്മൾ പണ്ടായിരുന്നു അനുസരണക്കേണ്ട മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായവനെ അനുസരിച്ച് നടന്നവർ ആയിരുന്നു. ഇപ്പോഴല്ല. ഇപ്പോഴാർക്കാ? ഇപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് വിശുദ്ധ ദൂതന്മാരുടെ സാന്നിധ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നെങ്കിൽ ആ ദൂതന്മാരുടെ സാന്നിധ്യമുണ്ട് എന്ന് ഓർത്തുകൊണ്ട് ദൂതന്മാർ ആരാധിക്കുന്നവൻ എന്ത് ചെയ്യണം? ആരാധിക്കണം. അവനെന്ത് കൊടുക്കണം? മഹത്വം കൊടുക്കണം. അവൻ്റെ മഹത്വം നമ്മൾ എടുക്കരുത്, വേറെ ആർക്കൂട്ട് കൊടുക്കാനും പാടില്ല. ദൈവത്തിന് സ്തോത്രം. കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ഈ ഒരാൾ രക്ഷയിലേക്ക് വരുമ്പോഴേ ഇതെല്ലാം അറിഞ്ഞിട്ടല്ല വരുന്നത്, പക്ഷെ വന്നിട്ട് എന്ത് ചെയ്യണം? രക്ഷയുടെ പരിജ്ഞാനത്തിൽ വളരണം. വളർന്നിട്ട് അത് നമ്മൾ പാലിക്കണം. അത് നമ്മൾ പാലിക്കുമ്പോൾ ഓരോ ദിവസവും കർത്താവിനോടും അവിടുത്തെ വചനത്തോടും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ നമ്മൾ വളരുമ്പോൾ നമുക്ക് കർത്താവിൻ്റെ വിശുദ്ധിയോട് കൂടുതൽ അടുക്കാനായിട്ട് സാധിക്കും. വിശുദ്ധി കുറയല്ല ചെയ്യുന്നത്, അവിടത്തേക്ക് മാറ്റമില്ല. കർത്താവിനെന്തില്ല? ഒരു മാറ്റവും ഇല്ല. ലോകത്തിൻ്റെ ഇതര കോണുകളിൽ യേശു മതി എന്ന് പറഞ്ഞ് ആ നാമത്തിന് വേണ്ടി, ആ വലിയ നാമത്തിന് വേണ്ടി അടികൊള്ളുവാൻ UP-യിലെ ജയിലുകളിലും ഛത്തീസ്ഗഡിലെ ജയിലുകളിലും നമ്മുടെ സഹോദരന്മാർ കിടക്കുന്നുണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ മാസം രാജസ്ഥാനിൽ പോയപ്പോൾ ഒരു സഹോദരൻ അവിടെ വന്നിട്ടുണ്ട് UP-യിൽ നിന്ന്. അടികൊണ്ട് ജയിലുകളിൽ സഹോദരന്മാർ കിടക്കുന്നുണ്ടെങ്കിൽ ഈ നാമത്തിന് വേണ്ടി, ഈ നാമം മതി, ഇത് മാത്രം മതി എന്നവർ ചിന്തിച്ചുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഈ നാമത്തെ, ഈ ഉന്നതമായ ശ്രേഷ്ഠമായ നാമത്തെ നമ്മൾ എന്ത് ചെയ്യരുത്?
ഈ നാമം അതിൽ തന്നെ എന്താണ്? സകല നാമത്തിലും അവൻ ഏറ്റവും ഉയർത്തിയെന്ന. നമ്മളെന്ത് ചെയ്യരുത്? ആ നാമത്തെ പറയാവോ? ദുഷിപ്പിക്കരുത്. ആ നാമം മോശമാക്കരുത്. ആ നാമത്തിന് അർഹമായ ആദരവ് നൽകുന്ന ഒരു ആത്മീക ജീവിതം നമ്മളിൽ നിന്നുണ്ടാകുവാനായിട്ട് കർത്താവ് നമ്മെല്ലാവരും സഹായിക്കട്ടെ. കർത്താവിന് വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.